കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള ഡോക്ടർ CJ റോയ് മലയാളികൾക്ക് മാത്രമല്ല സൗത്ത് ഇന്ത്യക്കാർക്ക് മുഴുവൻ സുപരിചിതനായിട്ടുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ളൊരു ബിസിനസ്മാൻ. ഇന്നലെയാണ് അദ്ദേഹം സ്വയം വെടിയുതിർത്തിട്ട് ആത്മഹത്യ ചെയ്തത്. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള വാഗ്വാദങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും വിശദമായിട്ടുള്ളൊരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ആ മരണത്തിൻ്റെ ദുരൂഹത മറനീക്കി പുറത്തു വരികയുള്ളൂ. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. പക്ഷേ എന്തുതന്നെയാണെങ്കിലും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ മുഴുവൻ ഞെട്ടിച്ചത് ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റേതായിട്ടുള്ളൊരു ബിസിനസ് സാമ്രാജ്യം വെട്ടിപ്പടുത്തൊരു മനുഷ്യൻ, കടമോ ബാങ്ക് ലോണുകളോ ഒന്നും ഇല്ലാതെ തന്നെ സ്വന്തം കയ്യിലുള്ള പണം ഉപയോഗിച്ച് മാത്രം തന്നെ ബിസിനസ് എങ്ങനെ വെട്ടിപ്പടുക്കാമെന്ന് മറ്റുള്ളവരെ കാണിച്ച ഒരു മനുഷ്യൻ. ഇനി നേടിയെടുക്കാനായിട്ട് തൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നുമില്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ ആണെന്ന് ഇൻ്റർവ്യൂവിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾ എന്തിനൊരു റെയ്ഡിൻ്റെ പേരിൽ സ്വയം ജീവനെടുക്കാൻ തയ്യാറാവണം? ഇവിടെയാണ് ആത്മഹത്യയുടെ ഒരു സൈക്കോളജി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ആത്മഹത്യ എന്ന് പറയുന്നത് മാസങ്ങളോളമോ അല്ലെങ്കിൽ ആഴ്ചകളോളമോ പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു തീരുമാനമല്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തോന്നുന്നൊരു ചിന്തയാണ് പലപ്പോഴും അതിലേക്ക് നയിക്കുന്നത്. മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് ആത്മഹത്യാ ചിന്തയുടെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ഘട്ടം എന്ന് പറയുന്നത് അക്യൂട്ട് ഇമോഷണൽ ക്രൈസിസ്, അഥവാ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു വികാര പ്രക്ഷോഭമാണ് അതിലേക്ക് നയിക്കുന്നത് എന്നാണ്. ഈ ഒരു ഇമോഷണൽ ക്രൈസിസ് ചിലപ്പോൾ വെറും 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ്, മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മിനിറ്റ് മാത്രമാണ് അത്ര നീണ്ടു നിൽക്കുന്നത്. അതായത് സെക്കൻഡുകൾ മാത്രം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഹൈ ആയിട്ടുള്ള ഇമോഷണൽ ഇമ്പൾസുകളാണ് ഒരാളുടെ ജീവനെടുക്കുന്നത് എന്നർത്ഥം. ചില ആത്മഹത്യകൾ കണ്ടിട്ട് നമ്മളിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ മരിക്കാൻ കാണിച്ച ധൈര്യം ജീവിക്കാൻ കാണിക്കാമായിരുന്നില്ലേ എന്ന്. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് ആ വ്യക്തിയെ എത്തിച്ച ഘടകം എന്താണെന്നുള്ളത്. പലപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സ്ട്രെസ്സുകൾ, ഭയം, ഹ്യൂമിലിയേഷൻസ്, അതുമല്ലെങ്കിൽ താൻ അത്ര നാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിശ്വാസ്യത, തൻ്റെ ഇമേജ്, അത് കളങ്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഷെയിം, പാനിക്, ഇതൊക്കെയാണ് പലപ്പോഴും ജനറലായിട്ട് ആത്മഹത്യ എന്ന് പറയുന്നൊരു തീരുമാനത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരാൾക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ചിന്തകൾ നിർമ്മിക്കുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഇത് താൽക്കാലികമായിട്ട് ഓഫ്ലൈനായിട്ട് മാറും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, തെറ്റ്, ഭാവി, വരും വരായികകൾ, ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കാനുള്ള നമ്മുടെ ശേഷി കുറഞ്ഞു പോകും ആ ഒരു നിമിഷം. രണ്ടാമത്, തലച്ചോറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിഗ്ഡാല എന്ന് പറയുന്ന ഭയം, വികാരങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം ഓവർ ഡ്രൈവ് ആയിട്ട് മാറും. ഇപ്പോഴുള്ളൊരു അവസ്ഥയിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്ത മാത്രമേ അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ. ഈ ഒരു അവസ്ഥയെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ടണൽ വിഷൻ ഓഫ് ദി മൈൻഡ് എന്നാണ്. അതായത് ആ ഒരു നിമിഷത്തിൽ ചുറ്റുമുള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനോ കാണാനോ ഒന്നും ആ ഒരു വ്യക്തിക്ക് കഴിയില്ല. അയാൾക്ക് ചുറ്റും ബ്ലൈൻഡ് ആയിരിക്കും. ഉള്ളിലുള്ള ആ ഒരു വികാര പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ അയാൾക്കുണ്ടാവുള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ ആത്മഹത്യകളിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാം, ആ ഒരു നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഉള്ളിൽ തോന്നിയിട്ടുള്ളൊരു ട്രിഗറാണ് പലപ്പോഴും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. അത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അവസ്ഥ മാത്രമാണ്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ അത്തരം ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു സമയത്ത് ഒറ്റയ്ക്കിരിക്കാതിരിക്കുക. ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക. അത്തരമൊരവസ്ഥയിൽ നമ്മുടെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള താഴെ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.